ഒമാനിലുണ്ടായ ഇറാൻ ആക്രമണത്തിൽ 2 ഇന്ത്യക്കാർ കൂടി കൊല്ലപ്പെട്ടു എന്നൊരു പുതിയ വാർത്ത വരുന്നുണ്ട്. കസബ് തുറമുഖത്ത് കാണാതായ 2 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ഇവർ ഉത്തരേന്ത്യൻ സ്വദേശികളാണ്. ഇവരുടെ കപ്പലിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 3 ഉയർന്നിട്ടുണ്ട്. ഖത്തറിലെ പ്രധാന ഊർജ്ജ സംരക്ഷണ കേന്ദ്രങ്ങളിലടക്കം ഡ്രോൺ ആക്രമണം ഉണ്ടായി. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേർന്നുണ്ട്. സുരേഷ്, ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നവരമാണ് ഒമാനിലുണ്ടായ ഇറാൻ ആക്രമണത്തിൽ 2 ഇന്ത്യക്കാർ കൂടി കൊല്ലപ്പെട്ട അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക്. രതീഷ, ഒമാനിൽ നിന്ന് 3 മരണമാണ് ഇന്ന് സ്ഥിരീകരിക്കുന്ന വിധത്തിൽ വാർത്ത വന്നത്. 2 മരണം ഡൽഹിയിൽ നിന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു സ്ഥിരീകരണം അക്കാര്യത്തിൽ വരുന്നത്. ഏതായാലും ഇത് 2 മരണങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിന്റെ ഭാഗമായി എണ്ണ ടാങ്കറിന് നേരെ ഒമാനിലുണ്ടായ ആക്രമണത്തിൽ 2 പേരെ കാണാതായിരുന്നു. സ്കൈലൈറ്റ് എന്ന് പറയുന്ന എണ്ണ ടാങ്കറിൽ ഉണ്ടായിരുന്ന 2 ഉത്തരേന്ത്യക്കാരെയാണ് കാണാതായിരുന്നത്. അവരുടെ മരണമാണ് ഇന്ന് വൈകുന്നേരം ഏറ്റവും ഒടുവിലായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ആക്രമണത്തിൽ ഇന്ന് ഡ്രോൺ ആക്രമണത്തിൽ ഇന്ന് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒമാനിൽ ഇന്ന് 3 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. മാത്രമല്ല മറ്റ് രണ്ടാമതുണ്ടായിരുന്ന കപ്പലിൽ ഏതാണ്ട് 21 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 16 പേരും ഇന്ത്യക്കാരാണ്, 4 പേർ ബംഗ്ലാദേശുകാർ, ഒരാള് യുക്രൈൻ സ്വദേശിയാണെന്നുള്ള സ്ഥിരീകരണവും വന്നു. അങ്ങനെ 21 പേരുള്ള കപ്പലിന് നേരെയാണ് ഒരു ബോട്ടിൽ നിന്നും ഡ്രോൺ ആക്രമണം ഉണ്ടാകുകയും 2 ഇന്ത്യക്കാർ നേരത്തെ കൊല്ലപ്പെട്ടു. അതിന് പിന്നാലെയാണ് ഈ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണം. അപ്പോൾ മനസ്സംഖ്യ 3 അല്ലെ? ഇന്ത്യക്കാർ എന്ന നിലയിൽ 3. ഈ കപ്പലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ അവിടെ തന്ത്രപ്രധാനമായ മേഖലയിൽ വലിയ യുദ്ധത്തിനുള്ള സാധ്യതയുണ്ട് എന്ന നിരീക്ഷണമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ ഒമാനിലേക്ക് ഈ നിലയിൽ കപ്പലിലേക്ക് അറ്റാക്ക് വന്നൊരു സാഹചര്യം എന്താണ്? അതാണ് ഏറ്റവും പ്രധാനം. അതായത് രണ്ടാമത്തെ കപ്പലിനു നേരെ ഉണ്ടാകുന്ന ആക്രമണം, അതായത് ആദ്യത്തെ കപ്പലിന്റെ പേര് സ്കൈലൈറ്റും രണ്ടാമത്തെ കപ്പലിന്റെ പേര് MKD വ്യോം എന്നുള്ളതാണ്. വ്യോം ഏതാണ്ട് ഒരു 52 നോട്ടിക്കൽ മൈൽ ദൂരെ മസ്കറ്റ് തീരത്തു നിന്നും സുൽത്താൻ ഖാബൂസ് തീരത്തു നിന്നും 52 കിലോമീറ്റർ അകലെ ഉൾക്കടലിലായിട്ടാണ് ആ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്, ടാങ്കറിന് നേരെ ആക്രമണം ഉണ്ടാക്കുന്നത്. ഇത് ഹോർമുസ് കടലിടുക്കിൽ നിന്നും അധികം അകലെയല്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്കിനോട് ചേർന്നതോ അല്ലെങ്കിൽ ആ ഭാഗത്തേക്കുള്ളതോ ആയിട്ടുള്ള പ്രദേശത്താണ് രണ്ടാമത്തെ ആക്രമണം, ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അത് അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ബോട്ടിൽ നിന്നും ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ 2 ആക്രമണങ്ങളിലായിട്ടാണ്, 2 സംഭവങ്ങളിലായിട്ടാണ് 3 ഇന്ത്യക്കാർക്ക് ഒമാനിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഏതാണ്ട് 8 പേരുടെ മരണമാണ് വിവിധ GCC രാജ്യങ്ങളിലായിട്ട് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. 3 ഒമാൻ, 3 പേര് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ UAE മരിച്ചത്, ഖത്തറിലും ബഹ്റൈനിലുമായിട്ട് ഓരോ മരണം. ഇങ്ങനെയും 8 മരണങ്ങളിൽ 3 ഇന്ത്യക്കാരുണ്ട്. ആ 3 ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഒമാനിൽ നിന്ന് തന്നെയാണെന്നാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, ഇന്നുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണങ്ങൾ അത് പ്രധാനമായും കുവൈറ്റിലും അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലുമാണ്. കുവൈറ്റിൽ നിരവധി ഇടങ്ങളിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നുണ്ട്, ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നുണ്ട്, മിസൈൽ ആക്രമണം, ഇതെല്ലാം തന്നെ ചെറുക്കുന്നുണ്ട്. അതത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സർക്കാരുകൾക്ക് അവയെ ചെറുക്കാനും ഡ്രോണുകളെയും മിസൈലുകളെയും ഒക്കെ തകർക്കാനും കഴിയുന്നുണ്ട്. എങ്കിൽ പോലും ആക്രമണ ശ്രമം ഉണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല സൗദി അറേബ്യയിലുണ്ടായിട്ടുള്ള ആക്രമണത്തിന്റെ ഒരു പ്രത്യേകത, അത് സൗദിയിലെ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ റിഫൈനറിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അത് അരാംകോയുടെ റിഫൈനറിക്ക് നേരെയാണ് ആക്രമണം. റാസ് തനൂറ എന്ന് പറയുന്ന റിഫൈനറിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയാണ്. ഒരു ദിവസം ഏതാണ്ട് 5,50,000-ഓളം ബാരൽ എണ്ണ ശുദ്ധീകരിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് ഇത്. അവിടെ 2 തവണയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. വലിയ തോതിൽ അവിടെ തീപിടുത്തം ഉണ്ടാക്കുകയും ചെയ്തു. അതോടൊപ്പം ബഹ്റൈനിലും ഇന്ന് രാവിലെ ആക്രമണം ഉണ്ടായിരുന്നു. കൂടിയിട്ടും സ്ഫോടനങ്ങൾ കേട്ടതായി നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. UAE-യിൽ 2 ആക്രമണം ഉണ്ടായി, ആക്രമണ ശ്രമമുണ്ടായി. UAE തലസ്ഥാനമായിട്ടുള്ള അബുദാബിയിലെ മുസഫ വ്യവസായ മേഖലയിൽ ആക്രമണ ശ്രമം ഉണ്ടാകുന്നു. ഡ്രോൺ ആക്രമണ ശ്രമമാണ് ഉണ്ടായത്. ആ ഡ്രോൺ UAE തകർത്തു. അതോടൊപ്പം തന്നെ UAE-യിലെ തന്നെ റാസൽ ഖൈമയിലും ഇന്ന് ആക്രമണ ശ്രമം ഉണ്ടായി. ഇങ്ങനെ ഒമാനിലും UAE-യിലും ബഹ്റൈനിലും ഖത്തർ, സൗദി അറേബ്യയിലും കുവൈറ്റിലും ഖത്തർ ഒഴികെയുള്ള എല്ലാ ഇടങ്ങളിലും ഇന്നുണ്ടായി. ഖത്തറിൽ വൈകുന്നേരം ചെറിയൊരു സ്ഫോടനം ഉണ്ടായതായിട്ട് റിപ്പോർട്ടുണ്ടെങ്കിൽ പോലും അത് ഈ പറയുന്നത് പോലെ തന്നെ ഡ്രോണിനെ നിർവീര്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള സ്ഫോടനമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. GCC രാജ്യങ്ങളിൽ ഇന്ന് ഒട്ടും ശാന്തമായിരുന്നില്ല എന്ന് തന്നെയാണ് അവസാനമായി ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് പറയാവുന്നത്.
അതിനൊപ്പം തന്നെ ഇപ്പോൾ അവിടെ കുടുങ്ങിപ്പോയ ആളുകളുണ്ടല്ലോ, ഇപ്പോൾ പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം കുടുങ്ങിപ്പോയ മലയാളികളുടെ വിവരം നമ്മൾ പങ്കുവച്ചതാണ്. അതുപോലെ തന്നെ വിമാനത്താവളത്തിലെത്തി, പക്ഷേ ഒരു ആക്രമണ സാഹചര്യത്തിൽ വിമാനങ്ങൾ റദ്ദാക്കപ്പെടുന്നു, ദീർഘമണിക്കൂർ കാത്തിരിക്കുന്നു, പക്ഷേ തിരികെ വരാൻ കഴിയും. അങ്ങനെ കുടുങ്ങിപ്പോയ നിരവധി യാത്രക്കാർ ഉൾപ്പെടെ, ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അപ്പുറത്തേക്ക് യാത്രക്കാർ ഉൾപ്പെടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ അബുദാബിയിൽ നിന്നുള്ള 8 പ്രത്യേക വിമാനങ്ങൾ പുറപ്പെട്ടു എന്നൊരു വിവരമുണ്ടല്ലോ. എല്ലാ രാജ്യങ്ങളും അത്തരം ക്രമീകരണങ്ങളിലേക്ക് എത്തുന്നുണ്ടോ? അങ്ങനെ സർവീസ് നടത്താൻ കഴിയുന്ന അന്തരീക്ഷവും ആകാശവും ഉണ്ടോ സുരേഷ്? രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പേർ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 10,000-കണക്കിന് ആളുകൾ GCCയിലെ വിവിധ വിമാനത്താവളങ്ങളിലും രാജ്യങ്ങളിലുമായിട്ട് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഉംറ തീർത്ഥാടനത്തിന് പോയിട്ടുള്ള നിരവധി പേർ സൗദി അറേബ്യയിൽ പെട്ടുപോയിട്ടുണ്ട്, മക്കയിലും മദീനയിലും ഒക്കെ. കാരണം തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരേണ്ടവർ, അതിൽ പ്രായമായിട്ടുള്ള ആളുകളും ഉണ്ട്. കാരണം തീർത്ഥാടനത്തിന് ഉംറയ്ക്ക് പോകുന്നത് പലപ്പോഴും അല്പം പ്രായമുള്ള ആളുകളായിരിക്കും. അതുപോലെ തന്നെയാണ് മറ്റ് GCC രാജ്യങ്ങളിലെ കാര്യങ്ങൾ നോക്കിയാൽ ഇവിടെ അവധിക്ക് വരേണ്ട ആളുകളുണ്ട്. ജോലി തേടി ഗൾഫ് രാജ്യങ്ങളിൽ പോയി വിസ കാലാവധി കഴിഞ്ഞ് തിരിച്ചു വരാൻ നിൽക്കുന്ന ആളുകളുണ്ട്. ഇവിടെ ഈ പറയുന്നത് പോലെ തന്നെ പിതാവിന്റെയോ മാതാവിന്റെയോ മകന്റെയോ മകളുടെയോ ഒക്കെ മരണം സംഭവിച്ച് അതിൽ പങ്കെടുക്കേണ്ട ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. വിവാഹ പരിപാടികളിൽ പങ്കെടുക്കേണ്ട ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിരവധി പേർ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ അബുദാബിയിൽ നിന്നും ഉള്ള വിമാന സർവീസിനെ കുറിച്ച്. ആ വിമാന സർവീസ് ഒരു സാധാരണ രീതിയിലുള്ള വിമാന സർവീസ് അല്ല, മറിച്ച് സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവശ്യ സേവനം എന്നുള്ള രീതിയിൽ കുടുങ്ങിക്കിടക്കുന്ന, പ്രത്യേകിച്ച് ട്രാൻസിറ്റ് വിസയിലൊക്കെ വന്നു കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടാവും വിമാനത്താവളത്തിൽ. അങ്ങനെയുള്ള ആളുകളെ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി പ്രത്യേക അനുമതിയോട് കൂടി പറക്കുന്ന വിമാനങ്ങളാണ് ഉള്ളത്. ഇത്തിഹാദ് എയർവേസ് ആണ് അബുദാബിയിൽ നിന്നും ഇത്തരത്തിൽ സർവീസ് നടത്തുന്നത്. ഇന്ത്യയിൽ മുംബൈയിലേക്കും ഡൽഹിയിലേക്കും ഓരോ സർവീസുകൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. മുംബൈയിലേക്കുള്ള വിമാനം പുറപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ പാകിസ്ഥാനിലെ കറാച്ചിയിലേക്കുണ്ട്, ലണ്ടനിലേക്കുണ്ട്, നോർവേയിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ ചിലയിടങ്ങളിലേക്ക് പ്രത്യേക അനുമതിയോട് കൂടി പോകുന്ന വിമാനങ്ങൾ മാത്രമാണ് ഇത്. മറ്റല്ലാത്ത തരത്തിലുള്ള ഒരു വിമാന സർവീസുകളും ആരംഭിച്ചിട്ടില്ല. ഇന്ന് വൈകുന്നേരം UAE സമയം 3 മണിക്ക് സർവീസുകൾ ആരംഭിക്കുമെന്നാണ് എമിറേറ്റ്സും ഫ്ലൈ ദുബായും ഒക്കെ അറിയിച്ചിരുന്നത്. അതുപോലെ തന്നെ എയർ അറേബ്യ പോലുള്ള വിമാന കമ്പനികളും സർവീസ് ഇന്ന് വൈകുന്നേരം പുനരാരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അവർക്കൊന്നും സർവീസുകൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. പുതിയ സമയം നിശ്ചയിച്ചിരിക്കുന്നത് നാളെ UAE സമയം 3 മണിയാണ്. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിശദമായി തന്നെ ഇപ്പോൾ സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നൽകിയത്. അതേസമയം ആശ്വാസമാകുന്ന അബുദാബിയിൽ നിന്നുൾപ്പെടെ വിമാനങ്ങൾ വരികയാണ്. അബുദാബിയിൽ നിന്നുള്ള 8 പ്രത്യേക വിമാനങ്ങൾ പുറപ്പെട്ടു. വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടന്നവരെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു ദൗത്യം. അതിൻ്റെ ഭാഗമായാണ് വിമാനങ്ങൾ പുറപ്പെട്ടതെന്ന ആശ്വാസകരമായ വിവരം കൂടിയുണ്ട്.